നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങളും വീടുകളും കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന 59-കാരനായ വാമനപുരം പ്രസാദിനെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നിലമേൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ വഞ്ചികൾ കുത്തിത്തുറന്ന് 40,000-ലധികം രൂപ മോഷ്ടിച്ച കുറ്റത്തിലാണ് ഇയാളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. 2024 ഡിസംബർ 24 വെളുപ്പിന് നിലമേൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ കുത്തിത്തുറന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മോഷണത്തിന് ഇയാൾ വഞ്ചിയൂർ പോലീസിന്റെ പിടിയിലാകുന്നത്. ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ നിലമേൽ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ പകൽ സമയങ്ങളിൽ കറങ്ങി നടക്കുകയും രാത്രികാലങ്ങളിൽ ക്ഷേത്രങ്ങളും വീടുകളും നോക്കിവെച്ച ശേഷം മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതി. 2024 ഡിസംബർ 24-ന് നിലമേൽ ക്ഷേത്രത്തിലെത്തി മോഷണം നടത്തുകയും ശേഷം തിരികെ പോകുന്നതിനിടയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതിനെ തുടർന്ന് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. മോഷണത്തിന് ശേഷം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ, ശ്രീകാര്യം, വലിയതുറ, വഞ്ചിയൂർ, ചിറയൻകീഴ്, ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി 10-ലധികം കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത്. പിന്നെ ഈ കാണിക്ക വഞ്ചി എടുത്ത ഇവിടെ വഞ്ചി എടുത്തായിരുന്നു. എത്ര രൂപ ഓർമ്മയില്ല. എന്നാലും എന്നിട്ട് നീ എങ്ങനെ പോയി, എങ്ങനെ വന്നേ? എവിടുന്നാ വന്നേ? അല്ല, ഈ തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെ വന്നേ? എന്നിട്ട് ഇവിടുന്ന് എത്ര മണിയായി പോയപ്പോ? സെക്യൂരിറ്റി എന്താ വിളിച്ച അങ്ങനെ. അപ്പം സെക്യൂരിറ്റി വന്നപ്പോൾ നിങ്ങളവിടെ ഇവിടെ നിൽക്കുകയായിരുന്നു. അയാൾ വന്നപ്പോഴത്തേക്ക് ഓടി. എന്നിട്ട് എങ്ങനെ കയറി പോയി? ഓടി ഇറങ്ങിയിട്ട് ബസ്സിനകത്ത് പോയി. എവിടെ? തിരുവനന്തപുരത്ത് എവിടെ കിടക്കുന്നത്? മെഡിക്കൽ കോളേജിൽ. ആഹാരമൊക്കെ എങ്ങനെ? ഫുഡ് തന്നെ കിട്ടും. അവിടെ ഫുഡ് കിട്ടുവാണെങ്കിൽ പിന്നെ എന്തിനാ ഈ പണിക്ക്? അതൊക്കെ ഒരു ജീവിതമല്ലേ സാർ, ഓരോ മനുഷ്യരല്ലേ, ജീവിത സാഹചര്യങ്ങൾ. എന്തുവാ ജീവിത സാഹചര്യം? എന്തുവാ മെഡിക്കൽ കോളേജിലേക്ക് ഫുഡ് കിട്ടുമെങ്കിൽ എന്താ സാഹചര്യം? അത് ജനിച്ചപ്പോഴേ അങ്ങനെ. തെളിവെടുപ്പിന് ശേഷം ചടയമംഗലം പോലീസ് ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. നിലമേൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. ഈ മോഷണത്തെ തുടർന്ന് അമ്പലത്തിലുണ്ടായിരുന്ന 2 കാണിക്ക വഞ്ചികൾ കുത്തിപ്പൊളിക്കുകയും അതിലുണ്ടായിരുന്ന തുകകൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇത് ഭക്തജനങ്ങളിൽ വളരെയേറെ ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമായിരുന്നു. എന്നാൽ ഈ സംഭവത്തെ പോലീസ് വളരെ ഗൗരവമായി എടുക്കുകയും ഭക്തജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് പോലീസ് ഈ പ്രതിയെ പിടികൂടുകയുണ്ടായി. ഈ പ്രതിയെ പിടികൂടിയ സംഭവത്തിൽ ചടയമംഗലം പോലീസിനെ ഉത്സവ കമ്മിറ്റി അഭിനന്ദിക്കുകയാണ്. കൊണ്ടുവന്നെയാണോ? അല്ല, ഇവിടുന്ന് എടുത്തേ.